ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു 4 കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. ഒന്ന്, പൈലിങ്, ഓവർലാപ്പിങ്, ക്ലോഗിങ്, പിന്നെ ബ്ലീഡിങ്. ഈ 4 കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്. അത് നമ്മുടെ ടൈപ്പ് മിഷനുമായിട്ട് എങ്ങനെയാണോ ചോദിക്കുന്നത് അങ്ങനെ എഴുതണം. അതാ PSC പരീക്ഷയ്ക്ക് എഴുതേണ്ടുന്ന ഒരു രീതി. ഉദാഹരണം പറയുകയാണെങ്കിൽ പൈലിംഗ് എന്ന് പറഞ്ഞാൽ പൈൽ എന്ന് പറഞ്ഞാൽ പാളി, അടുക്ക് എന്നൊക്കെയാണ് അർത്ഥം. ആ വാക്കിന്റെ അർത്ഥം പാളി അല്ലെങ്കിൽ അടുക്ക്. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരക്ഷരമാണെങ്കിൽ ഈ അക്ഷരത്തിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ കണ്ടോ, ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്ത് തൊട്ട് മുകളിലായിട്ട് പാളി പോലെ അടുക്കി അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരുമ്പോഴാണ് അത് പൈലിംഗ് ആവുന്നത്. ഉദാഹരണം, ഇതിനകത്തൊരു ലോക്കിംഗ് ആക്ഷൻ ഉണ്ടെന്നറിയാമല്ലോ. നമ്മുടെ റൈറ്റ് മാർജിൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ഓടി പോയിട്ട് ഒരു സമയമാകുമ്പോൾ നിൽക്കും, ഒരു ബെൽ സൗണ്ട് ഒക്കെ കേൾക്കും. നമ്മളിത് മൈൻഡ് ചെയ്യാതെ അടിക്കുവാണെങ്കിൽ ലോക്കിംഗ് ആക്ഷൻ ആണ് ഇപ്പൊ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ക്യാരേജ് ഇനി പോകത്തില്ല. അപ്പം പോവാതിരിക്കുന്നതുകൊണ്ട് നമ്മളിത് അറിയാതെ അടിച്ചുകൊണ്ടിരുന്നാൽ ഒരേ അടി തന്നെ പേപ്പറിൽ ഒരക്ഷരത്തിന്റെ പുറത്ത് വീണ്ടും അടുത്തടുത്ത അക്ഷരമായിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പൈലിംഗ് എന്ന് പറയുന്നത്. അതിനെ പൈലിംഗ് എന്നാ പറയുക. ഇനി ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത ഓവർലാപ്പിംഗ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാരേജിന് മൂവ്മെന്റ്സ് കുറഞ്ഞിട്ട് ക്യാരേജ് വളരെ പതുക്കെ ഇഴഞ്ഞ് നീങ്ങുക. പിന്നെ ടു ലിറ്റിൽ ക്യാരേജ് മൂവിങ് അല്ലെങ്കിൽ ഓർ ടെൻഷൻ എന്നൊക്കെ പറയാം. അങ്ങനെ ടു ലിറ്റിൽ എന്നൊക്കെയാ പറയുന്നത്. അപ്പം വളരെ നേരത്തെ രീതിയിൽ ഇതിങ്ങനെ എഴയുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഇത് ഒരക്ഷരമാണെങ്കിൽ ഈ അക്ഷരത്തിന്റെ പകുതി മറഞ്ഞായിരിക്കും അടുത്ത അക്ഷരം വരിക. കണ്ടോ, അടുത്തത് പകുതി മറഞ്ഞായിരിക്കും അടുത്ത അക്ഷരം വരിക. അപ്പോൾ ഒരക്ഷരം ആ അക്ഷരത്തിന്റെ നേരെ മുകളിലല്ല, കുറച്ച് മാറി പകുതി കവിഞ്ഞ് അതാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങോട്ട് മൂവ്മെന്റ്സ് ഉണ്ട്, പക്ഷേ അടുങ്ങി വായിക്കാൻ പറ്റാത്ത രീതിയിൽ കുരുങ്ങി അക്ഷരം ഇങ്ങനെ നിരന്നു വരിക. ഇതാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായി. അപ്പൊ പൈലിങ്ങും ഓവർലാപ്പിങ്ങും. ഇനി ബ്ലീഡിംഗ് എന്ന് പറയുന്നത് റിബണിനെ സംബന്ധിച്ച കാര്യമാണ്. നമ്മൾ പുതിയ റിബണാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചുമന്ന കളറും കറുപ്പ് കളറും ഉള്ള, അല്ലെങ്കിൽ ചുമന്ന കളറും നീല കളറും ഉള്ള ബൈക്രോം കളർ റിബണൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടോ ഈർപ്പം കൂടിയിട്ടോ മഷി കൂടിയിട്ടോ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മഷി പേപ്പറിൽ പതിയുന്നു. കൂടുതൽ മഷി പേപ്പറിൽ പതിയുന്നതിനെ ടൈപ്പ് ചെയ്യുന്ന വേളയിൽ മഷി കൂടുതലായി പേപ്പറിൽ പതിയുന്നതിനെയാണ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലീഡിംഗ് മനസ്സിലായി. ഇനി ക്ലോഗിംഗ് എന്ന് പറയും. CLOGGING. ക്ലോഗിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കട്ട പിടിക്കുക എന്നാണ്. ഇപ്പോ ഇതിന്റെ ടൈപ്പ് ബാർ നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടൈപ്പ് ബാർ ആണ്. ഇതിന്റെ ടൈപ്പ് ഹെഡ് ആണ്. ഈ ടൈപ്പ് ഹെഡ്, അതിന്റെ ടൈപ്പ് ഫേസ് ഓരോന്നും ലെഡ് എന്ന് പറയുന്ന ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്താണ് അക്ഷരം കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിബണിൽ മഷിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് അധികം ഇങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ വെച്ച് വരുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും പൊടി പിടിച്ചിട്ട് അഴുക്ക് കട്ട പിടിക്കും. മഷിയും പൊടിയും ഒക്കെ ചേർന്ന് മഷി കട്ട പിടിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരം കറക്റ്റ് ആയിട്ട് പതിയത്തില്ല. ഉണ്ടയായിട്ടിരിക്കും. മഷി ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പൊ മഷി കട്ട പിടിക്കുന്ന അവസ്ഥ, മഷിയും അഴുക്കും കട്ട പിടിക്കുന്ന, മഷിയും പൊടിയും ഒക്കെ കട്ട പിടിക്കുന്ന അവസ്ഥയ്ക്ക് ക്ലോഗിംഗ് എന്നാണ് പറയുക. അപ്പൊ ക്ലോഗിംഗ്, പൈലിംഗ്, ഓവർലാപ്പിംഗ്, പിന്നെന്തുവാണേ ബ്ലീഡിംഗ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അത് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ അതുപോലെ വായിച്ച് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കാണാപ്പാടം ഒന്നും ഇപ്പോഴത്തെ PSC പരീക്ഷയ്ക്ക് നടക്കുന്ന കാര്യമല്ല, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ,